ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 77ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ബൈബിൾ പോർഷൻ പറയുന്നു, 1 രാജാക്കന്മാർ 14 മുതൽ 17 വരെയും യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓൾറെഡി എല്ലാവരും പോർഷൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം, ജലത്തിൽ ഉലയുന്ന ഒരു സസ്യം ഏത്? ജലത്തിൽ ഉലയുന്ന ഒരു സസ്യം ഏത്? രണ്ടാമത്തെ ചോദ്യം, ഭൂതഗ്രസ്തൻ യേശുവിനോടും യേശു മറിയയോടും ചോദിച്ച ഒരു ചോദ്യം പഴയ നിയമ പാഠഭാഗത്ത് ഒരു സ്ത്രീ ഒരു പ്രവാചകനോട് ചോദിച്ചു. എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഭൂതഗ്രസ്തൻ യേശുവിനോടും യേശു മറിയയോടും ചോദിച്ച ഒരു ചോദ്യം പഴയ നിയമ പാഠഭാഗത്ത് ഒരു സ്ത്രീ ഒരു പ്രവാചകനോട് ചോദിച്ചു. എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സൈന്യ തലവനെ ഇസ്രായേലിന് രാജാവാക്കിയിട്ടുണ്ട്. ആരെ, എവിടെ വെച്ച്? ഒരു സൈന്യ തലവനെ ഇസ്രായേലിന് രാജാവാക്കിയിട്ടുണ്ട്. ആരെ, എവിടെ വെച്ച്? നാലാമത്തെ ചോദ്യം, അർത്ഥത്തോടു കൂടെ അറിയപ്പെടുന്ന ഒരു ജലസ്രോതസ്സിന്റെ അവസാനത്തെ അക്ഷരം ബൈബിളിലെ ഒരു പുരുഷന്റെ പേരാണ്. എന്താണത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. അർത്ഥത്തോടു കൂടെ അറിയപ്പെടുന്ന ഒരു ജലസ്രോതസ്സിന്റെ അവസാനത്തെ അക്ഷരം ബൈബിളിലെ ഒരു പുരുഷന്റെ പേരാണ്. എന്താണ്? അഞ്ചാമത്തെ ചോദ്യം, വിസർജ്യം കോരിക്കളയുന്നത് പോലെ ആരുടെ ഗ്രഹത്തെ കോരിക്കളയും? വിസർജ്യം കോരിക്കളയുന്നത് പോലെ ആരുടെ ഗ്രഹത്തെ കോരിക്കളയും? അപ്പൊ ഇതാണ് ഇന്നത്തെ 5 ചോദ്യങ്ങൾ. എല്ലാവർക്കും ചോദ്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിന്റെ ഉത്തരം വിത്ത് റെഫറൻസ് ഏത് വാക്യത്തിലാണോ ഉള്ളത് ആ റെഫറൻസ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് അയക്കുമ്പോൾ അയക്കാൻ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആണ് ആൻസേഴ്സ് അയക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ഉത്തരങ്ങൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അന്നേരം നമുക്ക് ഇതിന്റെ ഉത്തരങ്ങളുമായിട്ട് നാളെ കാണാം. Till then, it's me Angel signing off. Bye and take care.